കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പരിശുദ്ധമായ റമദാനാണ്. എല്ലാവരും മസ്ജിദുകളിൽ നിസ്കരിക്കാൻ വേണ്ടി സജീവമാണ്. അതിനിടയിൽ ഒരാൾ നിസ്കാരത്തിന് വേണ്ടി എന്ന രൂപേണ മസ്ജിദിൽ കയറുന്നു. നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ഈ മനുഷ്യൻ ജനലിൽ വെച്ചിട്ടുള്ള ആരുടെയോ മൊബൈലും എടുത്ത് സ്ഥലം കാലിയാക്കുന്നതാണ് രംഗം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വ്യക്തമായ രൂപത്തിൽ CCTVയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ സഹിതം പ്രചരിപ്പിച്ചിരുന്നു. ഈ അടുത്ത് അതിൻ്റെ പ്രതിയെ പിടിച്ചതായ ഒരു രംഗവും കൂടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അഥവാ ഈ കഥകളൊന്നും അറിയാതെ ഈ സാധുവായ മനുഷ്യൻ മൊബൈൽ വിൽക്കാൻ വേണ്ടിയിട്ട് കടയിലെത്തിയതാണ്. അപ്പോഴാണ് കടക്കാരൻ, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, ഇത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ മുന്നിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ വല്ലാതെ പരിഭ്രമിച്ച മുഖത്തോടുകൂടെ സ്തബ്ധനായി നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ഫോട്ടോ. വല്ലാത്തൊരവസ്ഥയിലാണ് ആ മനുഷ്യനപ്പോൾ നിൽക്കുന്നത്. ആകെ വെറുങ്ങലിച്ച് താൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയിലെ ആഴത്തിലുള്ള മുറിവ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാതെ പ്രകടിക്കുന്നുണ്ട്. ഈ രംഗത്ത് നിന്ന് ഒരു മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉത്ബോധിപ്പിച്ച വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാകണം എന്ന് ചുരുക്കം. അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നമ്മുടെ എല്ലാ ചെയ്തികളും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്ന്. അവൻ നമ്മെ എല്ലായിടത്തും എല്ലാ സന്ദർഭത്തിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ആ ഒരു രംഗവും പടച്ച റബ്ബിൻ്റെ അരികിൽ റെക്കോർഡഡ് ആണെന്ന്. നാളെ ആഖിറത്തിലെത്തുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. നമ്മളിവിടെ നിന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അവകളും ആഖിറത്തിൽ നാം കാണിക്കപ്പെടും. തിന്മകൾ ചെയ്താൽ ആ തിന്മകളും നമ്മെ കാണിക്കപ്പെടും. ആ സമയത്താണ് നമ്മൾ പരിഭ്രമിച്ചു പോകുക. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, എൻ്റെ സ്വകാര്യതയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ ധരിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹു വ്യക്തതയോടുകൂടെ അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന്. നാളെ ആഖിറത്തിൽ ഇന്നീ മനുഷ്യൻ പരിഭ്രമിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഭയാനകമായ രൂപത്തിൽ ബേജാറായിട്ട് കാര്യമൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഇവിടെ നിന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും തിന്മകൾ ഒഴിവാക്കാനും ഞാൻ എല്ലാ സമയത്തും ഈ പ്രപഞ്ചാധിരാജ്യനായ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്, അവൻ എന്നെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്ന ചിന്തയോടെയും ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മൾ നല്ലവരാകും, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരാകും, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.